18 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം സാധ്യമല്ല. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ കൊലയ്ക്കു പകരം കൊല എന്ന രൂപത്തിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശിയായ മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ മോചന കാര്യത്തിൽ തീരുമാനം ഇതുവരെ ആയിട്ടില്ല. പല തവണകളിലായി കോടതിയിൽ കേസ് മാറ്റിവെച്ച് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. റിയാദിലെ ക്രിമിനൽ കോടതിയിൽ നടന്ന പല സിറ്റിംഗുകളും നീണ്ടുപോയി. ഓൺലൈൻ സിറ്റിംഗുകളും ഓഫ്ലൈൻ സിറ്റിംഗുകളും ഒക്കെയായി റഹീം ഹാജരായും ഹാജരാകാതെയും റഹീമിന്റെ അഭിഭാഷക സംഘവും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ അങ്ങനെ ഒരുപാട് ആളുകൾ, ഇദ്ദേഹത്തിന്റെ സഹായ സമിതി സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഇവരൊക്കെ പോകുന്നു വരുന്നു. പ്രോസിക്യൂഷന്റെ വാദം കേൾക്കലും പ്രതിഭാഗത്തിന്റെ മറുപടി പറച്ചിലുമൊക്കെയായി മണിക്കൂറുകളോളം സിറ്റിംഗുകൾ നീണ്ടുപോകുന്നുണ്ട്. നടപടികൾ ഒരു തീർപ്പിലെത്തുമെന്നായിരുന്നു പ്രതീക്ഷകളെങ്കിലും പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേസുകൾ വീണ്ടും മാറ്റിവെച്ചുകൊണ്ടേയിരിക്കുന്നു. കേസ് പരിഗണിക്കുന്ന തീയതി പിന്നീട് അറിയിക്കുന്നു. റഹീമിന്റെ മോചനം സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള പല കോടതി സിറ്റിംഗുകളും നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്നു. സൗദി അറേബ്യയിൽ സൗദി ബാലനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിച്ച് ശിക്ഷയിൽ കഴിയുന്ന 18 വർഷമായിട്ട് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അബ്ദുൾ റഹീം. സൗദി പൗരനായ ഫായിസ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ഷെഹിരിയുടെ 15 വയസ്സുകാരനായ മകൻ മരിച്ച കേസിൽ 2006 ഡിസംബർ 26 റഹീം ജയിലിൽ അടയ്ക്കപ്പെട്ടത്. 34 കോടി രൂപ ദയാധനം സ്വീകരിച്ച് സൗദി കുടുംബം മാപ്പ് നൽകിയതോടുകൂടി കഴിഞ്ഞ ജൂലൈ 2 റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കി തടവടക്കമുള്ള ശിക്ഷകളിലും ഇളവ് ലഭിച്ചു എന്നൊക്കെയാണ് നമ്മുടെ കയ്യിൽ നിന്നും പണം പിരിച്ചെടുത്ത ടീം അംഗങ്ങൾ പറയുന്നത്. യാഥാർത്ഥ്യം എന്താണ് എന്ന് ഇതിനെ സംബന്ധിച്ച് തുടക്കം മുതൽ ഇതുവരെയുള്ള അപ്ഡേറ്റ്സുകൾ നമുക്ക് നൽകുന്ന നുസ്രത് ജഹാൻ പറയും, കേൾക്കാം. റഹീമിനു വേണ്ടി 34 കോടി പിരിക്കാനിറങ്ങി ബോച്ചെ ഒടുവിൽ 100 കോടി പിരിച്ചു എന്ന് രാഷ്ട്രീയ നേതാക്കൾ തന്നെ വന്ന് പറയുന്ന അന്തരീക്ഷത്തിലേക്ക് എത്തി. ഈ 100 കോടി എവിടെ പോയി? ആർക്ക് കൊടുത്തു? എന്ത് ചെയ്തു? ഏത് എംബസി അറിഞ്ഞു? ഇത് തുറന്നു പറയുമ്പോൾ നമ്മളെ തന്തയ്ക്ക് വിളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു വസ്തുതയാണ്. ഈ പണം കൊള്ളയടിക്കുന്ന കുറെ കൗൺസിലർമാര്, ഒരു ആക്ഷൻ കൗൺസിൽ, അതുപോലെ നിമിഷപ്രിയയ്ക്കും ഉണ്ടായിരുന്നു ഒരു ആക്ഷൻ കൗൺസിൽ. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആരെയും ഭയക്കാതെ ഉള്ള കാര്യം തുറന്നു പറയും. അംഗീകരിക്കേണ്ടവർ അംഗീകരിച്ചാൽ മതി. റഹീം മടങ്ങി വരില്ല എന്നതൊരു സത്യമാണ്. സൗദി അറേബ്യയിൽ പോയിട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ടതിന് പകരം മനസ്സെന്ന് പറയുന്ന 15കാരനെ തല്ലിക്കൊന്നിട്ട് പിന്നീട് ഒരു കള്ളക്കഥയും ഉണ്ടാക്കി അവിടെ നിന്ന് ഊരി വരാമെന്ന് വിചാരിച്ചു. 18 വർഷം ശിക്ഷ അനുഭവിച്ചു എന്നത് നേരെ, അവനൊരമ്മയുണ്ട് എന്നതും നേരെ, ഉമ്മ അവനെ കാത്തിരിക്കുന്നു എന്നതും നേരെ. എല്ലാവർക്കും ഉണ്ടാകില്ലേ ഇതുപോലെയൊക്കെ ഓരോ ഫീഡ്ബാക്കുകൾ ഇല്ലേ? ഇപ്പൊ തഹാവൂർ ഹുസൈൻ റാണയുടെ ഭാര്യ നെഞ്ചിലിടിച്ച് നിലവിളിച്ചു വന്നാൽ നിങ്ങൾ എന്താ പറയാ? അതുപോലെ ഉള്ളൂ. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്, ലൈവിൽ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളും കൂടി നമ്മളിവിടെ ഞാൻ പറയാം. അബ്ദുൾ റഹീം റിയാദ് ജയിലിൽ കിടക്കുന്ന ജീവപര്യന്തല്ല തലവെട്ടാൻ വിധിച്ച അബ്ദുൾ റഹീമിന്റെ വിധി ഇന്നും മാറ്റിവെച്ചു കോടതി. എത്രാം തവണ? ഒരു കൊല്ലം 1 മാസമായി നമ്മളെ നാട്ടുകാര് പൈസ കൊടുത്തിട്ട് കാത്തിരിക്കണം. 1 മാസത്തിനകം റഹീമിനെ ഇറക്കി തരും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തെങ്കിലും പറയാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നമസ്തേ അഭിലാഷ്. കേരളത്തിൽ മാത്രം കാണപ്പെടുന്ന ചില അത്ഭുത പ്രതിഭാസങ്ങളും ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോണത്. ബാക്കിയുള്ള ലോകത്തിലുള്ള എല്ലാവർക്കും സമാധാനം. അപ്പൊ ഒരു കൂട്ടര് എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ സംഗീ, ഇപ്പൊ അവിടെ വന്ന് സംഗീ പട്ടം ചാർത്തിയിട്ട് എന്നെ അങ്ങനെ തേച്ചൊട്ടിക്കാൻ വരും. രാജ്യത്തിന് വേണ്ടി സംസാരിച്ച സംഗീ ഇത്ര തേച്ചൊട്ടിച്ചിട്ട് ഒരു കാര്യം. റഹീം റിയാദ് ജയിലിൽ കിടക്കുന്ന റഹീമിനത് സംഭവിച്ചെന്ന് കറക്റ്റായിട്ട് എന്റെ കയ്യിൽ രേഖകൾ ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ആ കേസിൽ ഞാൻ ഇടപെട്ട് ഞാൻ NIA എല്ലാ വിവരങ്ങളും കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിൽ ആരെങ്കിലും ഇടപെട്ടിട്ട്
അന്വേഷണം തടയാനോ ഒക്കെ ശ്രമിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അതും എനിക്കറിയാൻ പറ്റും, എൻ്റെ ബന്ധങ്ങൾ എനിക്ക് അതൊക്കെ അറിയാൻ പറ്റും. അപ്പൊ അത് ശ്രമിക്കുന്ന ആരായാലും എൻ്റെ മുമ്പിൽ ആരും പ്രശ്നമില്ല, ആരായാലും ഞാൻ അവരെ തീർക്കും. അവരെ ഞാൻ സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. അങ്ങനെ ഒരാള് ഈ പിരിവിനെ പറ്റി അന്വേഷിക്കാൻ. അൻവർ സാദാത്ത് വലൈക്കും സലാം. പിന്നെ അയ്യൂബ് കൊല്ലം, ഹായ്. പെട്ടെന്നൊരു ലൈവ് വേണം അയ്യൂബ് ജി. കാരണം നിങ്ങൾക്കൊക്കെ അറിയാലോ ഈ കേസിനെ പറ്റിയിട്ട്. ഇന്നിപ്പോ ഒരു ഫേക്ക് പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. വിധി വന്നു അബ്ദുൽ റഹീമിന് മോചനം. ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു ഇത് വന്നത്. കാരണം സത്യത്തിൽ ഇത് ഞാൻ ഇനി വേണ്ടപ്പെട്ടവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റിയ അതിന് അർഹതപ്പെട്ടവരെ ഇവരെല്ലാം കൊണ്ടുവരട്ടെ എന്ന് വിചാരിച്ചാൽ. കാരണം എന്നെ പരിഹസിക്കണമെന്ന് എനിക്കൊരു പ്രശ്നമില്ല. അത് കേട്ട് വളർന്ന ഒരാളാണ്. എന്താ പറയാ, തീയിൽ കൊടുത്ത് വെയിലത്ത് പാടില്ല. ഒരു അബ്ദുൽ റഹീമിന്റെ വിഷയം കൊണ്ടൊന്ന് എന്നെ തോൽപ്പിക്കാൻ നോക്കിയെങ്കിലും അതൊന്നും നടക്കാൻ പോകുന്നില്ല ആരും മുമ്പിലും. കാരണം ഞാൻ ആരോടും അച്ചാരം വാങ്ങിയിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്റെ സ്വന്തമായിട്ട്. ഇനിയിപ്പോ BJP വല്ല ആൾക്കാരെ കൊണ്ട് എന്നെ സ്വാധീനിപ്പിക്കാൻ നോക്കി അത് ചെയ്യേണ്ട അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ അലയൻസ് പാർട്ടിയിലുള്ള ഒരു പാർട്ടിന്റെ ദേശീയ ഉപാധ്യക്ഷയാണ്. എനിക്ക് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനും പറയാനും ഒക്കെ തെറ്റ് ചെയ്തവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള ശരിക്കുള്ള ധൈര്യവും അതുപോലെ സ്വാതന്ത്ര്യവും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ പൈസ എവിടെ പോയി? വീണ്ടും നമ്മൾ ചോദിക്കുന്നു, അബ്ദുൽ റഹീമിന് വേണ്ടി 34 കോടി എന്ന് പറഞ്ഞിട്ട് പിരിച്ച പൈസ എവിടെ? ഇവർക്ക് കിട്ടിയ 100ഓളം കോടികൾ കിട്ടി. ഇവരെന്നെ പറയുന്നത് 50 കോടി പിരിച്ചു, 1 മാസത്തിനകം വരുന്നുള്ള ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ വോയിസുകൾ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ പലരും കണ്ടിട്ടോ? കാരണം ഒരു മാസമായ പ്രശ്നമാണിത്. അപ്പൊ ഇത്രയും കാലം കൊണ്ട് ഇതിന്റെ എല്ലാ സത്യങ്ങളും എല്ലാവർക്കും ആയി. പക്ഷെ ഇതിന്റെ നിയമം ഈ ചങ്ങാതി ജയിലിൽ നിന്ന് വരുന്നില്ല. ഈ ചങ്ങാതി I give a big salute to your courage for showing up to do this live today. Today തന്നെ കാണിക്കണ്ടേ? കാരണം today was it അൻഷാദ് അബ്ദുൽ സമദ്. ഓക്കെ, ഇന്ന് ഫേക്ക് ഐഡിന്ന് പോസ്റ്റർ ഉണ്ടാക്കി വിടുന്ന ആരെ എന്നെ കാണിക്കാനോ? അല്ലെങ്കിൽ ഇവിടെ കോടികൾ മരുന്ന് വാങ്ങാൻ വെച്ച പൈസയും കുട്ടികളെ തൊണ്ട് പൊട്ടിച്ച പൈസയും ഒക്കെ ബോബി ചെമ്മണ്ണൂർ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയാണ്. അപ്പൊ അയാളെ പൊക്കി നടന്ന ഇനിയിപ്പം നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് ഇയാൾ ഫണ്ട് കളക്ട് ചെയ്യുന്ന പറയുന്നത്. ഒരു പൈസ ഒരാൾ കൊടുക്കരുത്. ഗവൺമെന്റിൽ ഇവിടുത്തെ ഹോം മിനിസ്ട്രി ഇടപെടുന്നുണ്ട് നിമിഷപ്രിയന്റെ കേസിൽ, ഇവിടുത്തെ വിദേശകാര്യ മന്ത്രാലയം ഇടപെടുന്നുണ്ട് കേസിൽ. അതുപോലെ ഈ കേസിൽ ഇടപെടാൻ വേണ്ടി ഈ റഹീമിന്റെ കുടുംബത്തിന് ഞാൻ ക്ഷണിച്ചതാണ്. എനിക്ക് അവരെന്തുകൊണ്ട് വരുന്നില്ല? അവരിതുപോലെ എന്തുകൊണ്ട് പറയുന്നില്ല? നിമിഷപ്രിയന്റെ അമ്മ പോണ നേരായ വഴിയിലൂടെ. അതുകൊണ്ട് ഇനി കേരളത്തിലുള്ള ആൾക്കാരെ പോക്കറ്റ് ഒരു പൈസ പിരിക്കേണ്ട. എല്ലാം പിരിക്കണതും എന്തിനാണ്, എങ്ങോട്ടാ പോണേ, എങ്ങനെ പോണെന്നുള്ള എല്ലാവർക്കും അറിയാം. ബോബി ചെമ്മണ്ണൂരും ഇതിന്റെ പേരിൽ എത്ര പിരിച്ചെന്ന് നമുക്കറിയാം. എമ്പുരാൻ സിനിമട്ടായി എത്ര പൈസ വെള്ളിപ്പിച്ചു എന്നുള്ള അറിയാം. ഇറ്റ്സ് മീ അൻഷാദ് കരുനാഗപ്പള്ളി. ഓക്കെ അൻഷാദ്, നിങ്ങളുടെ ധൈര്യമായ മുന്നോട്ടുള്ള ഈ പറച്ചിൽ ഇത്രയും ആൾക്കാരെ മുമ്പിൽ റിയാദിൽ ഇരുന്ന് ഇതിനു വേണ്ടി ശക്തമായി പോരാടുന്ന ഒരാളാണ്. ആദ്യകാലങ്ങളിലെ തൊട്ടിട്ട് ഈ അൻഷാദ് എന്ന് പറഞ്ഞ ആള് ഈ കേസിനെ പറ്റി അറിഞ്ഞ് ഈ കേസ് ഈ പറയുന്ന ഈ റഹീം കമ്മിറ്റീനെ ഏൽപ്പിച്ച ആളാണ് അൻഷാദ്. അയാൾ ഈ ലൈവിലുണ്ട്. അയാൾ പറയട്ടെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ. ഇന്ന് ആ കോടതിയിൽ കേസ് വന്നിട്ടില്ല. നമ്മൾ പറഞ്ഞ നോമ്പിനാണ് നമ്മൾ ലാസ്റ്റ് ലൈവിൽ വന്നത്. അന്ന് കേസ് നടത്തിയിട്ടില്ല, അന്ന് കേസ് വിളിച്ചു മാറ്റി വെച്ചു. ഇത്രയും ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഈ കേസ് എന്നൊക്കെ പറഞ്ഞാൽ ഓൺലൈനാണ്. അപ്പൊ ഇപ്പോഴും റഹീം എന്താണ്, റഹീമിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പറയാൻ ഇവർക്കൊന്നും പറ്റുന്നില്ല. കാരണം റഹീമിന്റെ കേസ് വിധി പറഞ്ഞ് മാറ്റിവെച്ച് ഒരു ദിയാ പണം കൊടുക്കേണ്ട കേസാണ് പറഞ്ഞാണ് നമ്മളെ കേരളത്തിൽ ചോദിച്ചു. ഞാൻ പൈസ കൊടുത്തോ? ഞാൻ കള്ളന്മാർക്ക് പൈസ കൊടുക്കുന്ന ആളല്ല, ഞാൻ അധ്വാനിച്ച് ജീവിച്ചാളാണ്. അതുകൊണ്ട് എനിക്കുള്ള ഒരു ഉറുപ്പിക്കും ഞാൻ കൊടുക്കണം, ഞാൻ ആലോചിച്ച് ചിന്തിച്ചിട്ടേ കൊടുക്കുകയാണ്. അത് അറിയാതെ കൊടുക്കണമെങ്കിൽ നമ്മൾ ലോകത്തറിയാതെ വീടിന്റെ അകത്ത് ഇരുന്ന് നോക്കണം. അപ്പൊ ഞാൻ കൊടുത്തിട്ടില്ല ഉറപ്പ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ പറയുന്ന പോലെ 35 വർഷമായി സർവീസിൽ ജീവിക്കുന്ന ആളാണ്. പൈസ കൊടുത്തതെന്ന് കരുതി കുറ്റം. പൈസ കൊടുത്തിട്ട് അത് 1 മാസം കൊണ്ട് കൊണ്ടുവരുന്നു പറഞ്ഞ ഇവിടെയൊക്കെ റെക്കോർഡുകൾ ഉണ്ടല്ലോ. ഇതിലെന്നെ കട്ട് ചെയ്തിട്ടു. ഇതിൽ കാണുന്ന ലൈവിലുള്ളവരെ കയ്യിലുണ്ട്. ഇവരെ വോയിസും ഇവർ പറഞ്ഞതും മാധ്യമങ്ങളിൽ കൊടുത്തതും ഒക്കെ. 1 മാസം കൊണ്ട് എത്തും ദിയാപണം കോടതി ചോദിക്കാതെ ഒരു ദിയാപണവും ഗവർണറിന് കൈമാറാൻ ഇന്ത്യൻ എംബസിക്ക് സാധിക്കില്ല. ഇന്ത്യൻ എംബസി ഇങ്ങനെ ഒരു പൈസ കളക്ട് ചെയ്തിട്ടില്ല. ഇനിയും പറയണോ, ഇവർ വിചാരിക്കും നമ്മളൊക്കെ അത് മറന്ന്. ഇവരൊക്കെ സൈക്കോളജിക്കൽ മൂവ്മെന്റാ. മനുഷ്യൻ ഇതെല്ലാം മറക്കും. നമുക്കൊക്കെ തിരക്കിനിടയിൽ ഇത് ഇനി പറയാൻ പറ്റില്ല. ഇത് കഴിഞ്ഞു തന്നെയുമല്ല ഇപ്പോഴാണ് ആ വാർത്ത. അതിന്റെ പിന്നാലെ വരുമ്പോ എമ്പുരാന്റെ പുറകെ പോകും. അത് കഴിയുമ്പോൾ തഹാവൂർ റാണ വന്നു. അത് കഴിയുമ്പോൾ എയർപോർട്ടിലെ വഖഫ് വിഷയം വന്നു. മനുഷ്യൻ അങ്ങനെ തന്നെയല്ലേ? പക്ഷേ കോടിക്കണക്കിന് രൂപ പറ്റിച്ച റഹീമിന്റെ വിഷയം നമ്മളെ എല്ലാവരെയും ഒരുപോലെ അങ്ങ് മറപ്പിക്കാമെന്ന് വിചാരിക്കരുത്. മറക്കില്ല. മീഡിയകളിലൂടെ തന്നെ അത് പൊക്കിക്കൊണ്ടുവരും.
കുട്ടികൾ കയ്യിലായാലും പൈസയുടെ കാര്യത്തിൽ ഒരു കാര്യമുണ്ട്. ഈ കളക്ട് ചെയ്ത് വെച്ചോന് അവൻ എവിടെ പോയി സ്വാധീനിക്കാൻ വേണ്ടി അവന്റെ കൈ നിറയെ പൈസ ഉണ്ട്. പക്ഷെ ഈ വന്ന് പറയണ നമ്മൾക്കൊന്നും പൈസ കൊടുത്തതിന് വേണ്ടി വർക്ക് ചെയ്യാനോ കേസ് നടത്താനോ ഒന്നും കഴിയില്ല അവർക്കറിയാം. പിന്നെ ഈ കൊടുത്ത നല്ല മനുഷ്യരായ കേരളത്തിലെ നല്ല മനുഷ്യർക്ക് അവർക്ക് ഇതിനെപ്പറ്റി പിന്നാലെ പോവാന്നുള്ളത് അവരെ കൊണ്ട് സാധിക്കൂല. ജീവിതത്തിൽ ഒരു നല്ല കാര്യങ്ങൾക്ക് കൊടുക്കുക എന്നല്ലാതെ ജീവിതം ഈ തലയും ആ തലയും മുട്ടിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണ് മുക്കാൽ ഭാഗ ജനങ്ങളും. സുഖമായിട്ട് ഇങ്ങനെ ആരാന്റെ പൈസ തിന്ന് നടക്കുന്നവരല്ല. അപ്പൊ അതുകൊണ്ട് ഈ സൗദി ജയിലിൽ കിടക്കുന്ന റഹീമിന് വേണ്ടി യാതൊന്നുമില്ല. പിന്നെ വലിയൊരു കഥ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കും. ഈ റഹീമു ഈ സ്കാമിലെ ഒരു മെമ്പറാണ്. ആ റഹീമിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ കൊടുത്തതെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. കാരണം അവൻ ഒരിക്കലും പറയില്ല. അവനിപ്പോഴും വക്കീലില്ല. പഠിക്കാത്ത ഏതോ ഒരു സിദ്ദീഖ് തൂരാണ് അവന്റെ വക്കീല്. അയാൾ ആരാണ്? ഒരു സാധാരണ പ്രവാസി, ഒരു ബിസിനസ്സുകാരനായ പ്രവാസിയാണ് അവന്റെ വക്കീല് പറയുന്നത്. അഡ്വക്കേറ്റ് ഭാഗം പഠിച്ച ആൾക്ക് തന്നെ അവിടെ ഒരു വക്കീലായി കോടതിയിൽ ഹാജരാൻ പറ്റില്ല. നാഷണാലിറ്റിക്ക് മാത്രം. ഗൾഫ് രാജ്യങ്ങളിൽ അങ്ങനെയാണ്. നാഷണാലിറ്റി വക്കീലിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ഒരു പഠിച്ച വക്കീലിന് പോകാൻ പറ്റൂ. പവർ ഓഫ് അറ്റോർണി ആർക്കും വാങ്ങി ഈ കേസിന്റെ വിവരങ്ങൾ അന്വേഷിക്കാൻ പോവാ, ഓഫീസ് കയറി ചെല്ലാന്നല്ലാതെ ഒന്നുമില്ല. മണ്ടന്മാരാക്കാൻ ഇവർ ശ്രമിക്കുന്നതാണ് നിങ്ങളിന്ന് കേരളത്തിലുള്ള ഓരോ മനുഷ്യരും മനസ്സിലാക്കുക. പ്രവാസികൾ, KMCC, മറ്റേ അത് CC എന്ന് പറഞ്ഞിട്ട് ഇവര് വരുന്ന, പിന്നെ കുറെ പത്രക്കാര്, എന്ത് പത്രം, ഇവര് ജേർണലിസം പഠിച്ച പത്രക്കാരെ ഈ പറയുന്നവരൊക്കെ എന്നൊക്കെ തെറി വിളിക്കാൻ ഓരോരുത്തർ വരാറുണ്ട്. 100 കോടി പിരിച്ചെടുത്തത് എങ്ങനെയാണ് വീതിച്ചു കൊടുക്കേണ്ടത് എന്നുകൂടി ഇവർക്കൊരു ചിട്ടവട്ടം വേണ്ടേ? അതുകൊണ്ട് ഇവരുടെ ആക്ഷൻ കൗൺസിലിലുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ നാണയത്തുട്ടുകൾ എറിഞ്ഞുകൊടുത്ത് അപ്പപ്പോ റഹീമിന്റെ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള അപ്ഡേഷൻ ആണ് എന്ന് പറഞ്ഞ് കുറച്ച് ഫേക്ക് ന്യൂസെങ്കിലും അടിച്ചിറക്കാൻ പറ്റണ്ടേ? അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളും കുറേ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ കാലങ്ങളിൽ റഹീമിന് ജയിലിലൊന്നും പോയി റഹീമിന് ആർക്കും കാണാൻ പറ്റില്ല. ഞാൻ അറിഞ്ഞിടത്തോളം ഈ അൻഷാദ് കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞ ആൾ മാത്രമേ ജയിലിൽ പോയി കണ്ടുള്ളൂ. കാരണം അയാൾ ജോലി ചെയ്യണ വലിയൊരു ഇതുപോലത്തെ ഒരു അഡ്വക്കേറ്റിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് അയാളെ കൂടെ പോകുമ്പോൾ കണ്ടുപിട്ടിയാണ് ഈ റഹീമിനെ. ആ റഹീമിനെ ഹാൻഡ് ഓവർ ചെയ്താണ് ഈ KMCC-ക്കാർക്കുള്ള അവർ കൊണ്ടുപോയി അവരിതൊരു 4 ഇയേഴ്സിൽ പ്ലാൻ ചെയ്ത ഒരു ബിസിനസ്. ഇതെല്ലാം ഇവർ പറയുന്നതോ ഒന്നുമല്ല. സോ ഇതൊക്കെ അവിടെയുള്ള ആൾക്കാർ ഉദ്യോഗത്തിലൊക്കെ ഇരിക്കണം. പിന്നെ ആര് ഈ കേസിൽ ഇടപെട്ടാലും അവരെ പണം കൊണ്ടോ പിന്നെ ഭീഷണിപ്പെടുത്തിയോ ഇവര് സ്വാധീനിക്കും. കാരണം പൈസ ഉണ്ട്. ഈ റഹീമിന്റെ ചുറ്റും നിൽക്കുന്ന ആക്ഷൻ കൗൺസിലർമാർ 100 കോടി പറ്റിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് തന്തയ്ക്ക് വിളികളാ കിട്ടുന്നത്. എന്തിനാണെന്നറിയാമോ? നമ്മളിങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് ഇനിയും ഈ വിഷയം ഉയർത്തി കൊണ്ടുവരാതിരിക്കാൻ. നിങ്ങൾ തോറ്റുപോകും. നമ്മൾ ഇനിയും ജനങ്ങളുടെ മധ്യത്തിൽ ഇത്തരം ആളുകളുടെ മൂടുപടങ്ങളും കാപഠ്യങ്ങളും അധ്വാനിക്കാതെ ആരാന്റെ ചെലവിൽ അന്തസ്സായിട്ട് ജീവിക്കുന്നു എന്ന് കാണിക്കുന്ന കപടമുഖങ്ങളെയും വലിച്ചു കീറും. കൊണ്ട് എന്തു സാധിക്കാന്നുള്ള വിചാരിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഇതിന്റെ പിന്നിൽ. അത് അവർ വിജയിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും ഒരു ദിവസമുണ്ട്. ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് ടേക്ക് ടൈം. ആ സത്യത്തിന് 18 കൊല്ലം മുമ്പേ ബോംബെ ഭീകരാക്രമണം നടത്തിയ ഒരുത്തനെ കൊച്ചിയിൽ ഇരുന്നാണ് പ്ലാൻ ചെയ്ത് പറഞ്ഞ് കണ്ടുപിടിക്കാൻ ഈ ഭാരതത്തിന് സാധിച്ചെങ്കിൽ എന്ത് സ്കാമും. ഇതിപ്പോ റഹീം എന്ന് പറഞ്ഞ ഒരു സാധാരണ വ്യക്തി, അതുപോലത്തെ 100 റഹീമുമാര് പല ജയിലുകളിലായിട്ട് വിദേശ രാജ്യങ്ങളിലുണ്ട്. അതിലൊക്കെ പോയി സമാധാനം കണ്ടെത്തുക, അവരെ പുറത്തിറക്കാന്ന് പറഞ്ഞ പിന്നെ തന്നെയും അല്ലെന്ന് ഒരു ബംഗാളി നമ്മുടെ നാട്ടിൽ വന്ന ഒരു മലയാളി കുട്ടിയെ ഇങ്ങനെ കൊന്നു എന്ന് വിചാരിക്കുക. പിന്നെ ബംഗ്ലാദേശിൽ ഈ രൂപത്തില് ഒരു പണപ്പിരിവ് നടത്തുന്നു. ബംഗാളി എന്ന് പറഞ്ഞാൽ തന്നെ ബംഗ്ലാദേശിയാണല്ലോ. എത്ര മലയാളികൾ അതിനെ അംഗീകരിക്കും? അപ്പോ ഞമ്മന്റെ ആള് കൊന്നാൽ ഹലാൽ കൊലപാതകമെന്നുണ്ടോ? റഹീം തിരിച്ചു വരില്ല എന്ന് മാത്രമല്ല, പിരിച്ച കോടികൾ ഒരു എംബസിയും കൈപ്പറ്റിയിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ പിരിച്ചെടുത്ത സാധാരണക്കാരന്റെ കൈകളിൽ നിന്ന് ആ പിരിച്ചെടുത്ത കോടികൾ എവിടെ പോയി? എങ്ങോട്ട് പോയാ? എന്താ പറയാ, ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമല്ല. ആരെങ്കിലും സംഘടനകൾ ഉണ്ടെങ്കിൽ ചെയ്യുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യും. നമ്മളെ രാജ്യത്തേക്ക് അവരെ തിരിച്ചയക്കാനോ ഇവിടെ ശിക്ഷ അനുഭവിക്കാനോ. അല്ലാതെ എല്ലാവരും തെറ്റ് ചെയ്ത് എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഉറപ്പല്ലേ? ഇവൻ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത് കൊല്ലാൻ ശ്രമിച്ചല്ലേ? FIR-ൽ ഇവൻ അടിച്ചു കൊന്നു. വന്നൊരു കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് പകരം ഈ അബ്ദുൾ റഹീം ഒരു കഥയുണ്ടാക്കി നാടകം കളിക്കുക ചെയ്തത്. ഇപ്പൊ ഇത് കളിക്കുന്ന ഈ നാടകം അവൻ ആ മരിക്കാൻ കിടക്കുന്ന കുട്ടീനെ വെച്ച് ചെയ്തതുകൊണ്ടാണല്ലോ. അതും ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയല്ല എന്നല്ല, അതാണ് നിങ്ങൾ ആലോചിക്കട്ടെ. ഒരു കാർ റേസർ ആയിട്ടുള്ള ഏറ്റവും ബ്രില്യന്റ് ആയ ഒരു പയ്യനായിരുന്നു. ആ ആക്സിഡന്റ് പറ്റി ഒരു കൊല്ലം മുമ്പ് തളർന്നു പോയ അവനെ നോക്കാൻ ഏൽപ്പിച്ചാണ് ഈ അബ്ദുൾ റഹീമിനെ സൗദിയിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ ഒരു അങ്ങനത്തെ ഒരു സൗദി പൗരന്റെ പിന്നെ ആത്മാഭിമാനമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ആ രാജ്യത്തിനെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കേസ് ഇനി
സെൻട്രൽ ഗവൺമെന്റ് ഏറ്റെടുക്കണമെങ്കിൽ അവരെ കുടുംബങ്ങളിൽ വന്ന് എന്താണ് ഉണ്ടായെന്ന് സത്യം പറയാൻ തയ്യാറാവണം. റഹീമിന്റെ ജ്യേഷ്ഠനും അമ്മാവനും ഉമ്മയൊക്കെ അവർ എഴുതി കൊടുത്ത് ഇവിടെ ഇന്നതാണ് ഈ ഫണ്ടിലൂടെ എങ്ങനെയൊക്കെയാണ് നടന്നത്, ഇന്നതാണെന്നുള്ള അവർ തയ്യാറാവണം. പക്ഷെ ഇവരാരെയോ സംരക്ഷിക്കാൻ വേണ്ടി അവരെ വിളിക്കുമ്പോൾ അങ്ങോട്ടും നമ്മളെ വിളിക്കുമ്പോൾ അങ്ങോട്ടും പറഞ്ഞിട്ട് കളിച്ചോണ്ട് റഹീം പുറത്തു വരില്ല. വയസ്സായ ഉമ്മക്ക് റഹീമിന് ഒരിക്കലും അവിടെ കാണാൻ പറ്റിയെന്നുള്ള വലിയൊരു സന്തോഷമുണ്ട്. അവനും ഉമ്മനെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ ഒരു കള്ളത്തരം പറഞ്ഞിട്ട് ഇനി അബ്ദുൾ റഹീം കേരളത്തിലുള്ളവരെ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, നല്ല മനുഷ്യരെ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, കേരളത്തിലുള്ളവരുടെ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ആളുകളും ഇതിനകത്ത് ഫണ്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളിലുള്ള ആളുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ദൈവത്തിനോട് ഉത്തരം പറയേണ്ടി വരും. അത്രയും കാണുന്നുണ്ടല്ലോ ഭീകരവാദികളെയും ഫണ്ട് ഒഴുക്കി. ഒരു ദൈവവുമില്ല, അങ്ങനെ ഒരു ഉത്തരവുമില്ല. കൊണ്ടുപോയവൻ കൊണ്ടുപോയി, തിന്നവൻ തിന്നു, കട്ടവൻ കട്ടു, കൊള്ളയടിക്കേണ്ടവൻ കൊള്ളയടിച്ചു. പക്ഷേ ഇത് ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് നമ്മൾ നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്തത് കൊണ്ട് നമ്മൾ പറയുന്നതാണ്, നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഇവരൊക്കെ ഒരു നാൾ പിടിക്കപ്പെടണമെന്ന്. അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കർമ്മയിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. മുമ്പൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നു. ശരിയാണ്, തീർച്ചയായിട്ടും നമ്മൾ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് പാടത്ത് ജോലിയും വരമ്പത്ത് കൂലിയും എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിൽ പോലും അസാധ്യമാണ് അതൊക്കെ. നന്ദി.